ഇപ്രകാരം കൊടിയും പിടിച്ച് തെരുവിലിറങ്ങുന്നത് നമ്മുടെ സമരചരിത്രത്തിന്റെ ഭാഗമല്ല. നാം അങ്ങനെ ഇറങ്ങാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഗതി കെട്ടാലേ നമ്മൾ ഇറങ്ങാറുള്ളൂ. പക്ഷേ ഇറങ്ങിയത് സത്യമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ചകാല് പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികള് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി ആരും എഴുതിത്തള്ളേണ്ടതില്ല. ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങള് എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ASMI സന്യാസിനി സമൂഹത്തിലെ 2 പ്രിയപ്പെട്ട സഹോദരിമാര്, സിസ്റ്റർ പ്രീതി മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയപുത്രിയാണ് എങ്കിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ മകളാണ്. അവർ രണ്ടുപേരും ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ജയിലിൽ കഴിയുന്ന ഗതികേടിന്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാഗ്നിയുമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഈ ഭരണകൂടമാണ് ലോകത്തോട് പറയേണ്ടത്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ആരാണ് എന്ന് എനിക്ക് മുമ്പേ പ്രസംഗിച്ചവരൊക്കെയും സൂചിപ്പിക്കുകയുണ്ടായി. ദൈവദാസനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛൻ ഈ സഭ സ്ഥാപിക്കാൻ ഇടയായ സാഹചര്യം ആ ദൈവദാസന്റെ കല്ലറ തുറക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാണ്. ആരാരും തുണയില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവരായി വലിച്ചെറിയപ്പെടുന്ന കുഷ്ഠരോഗികള് തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിക്കുന്ന ഗതികേടിന്റെ സാഹചര്യത്തില് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തില് ഈ കണ്ടത്തിലച്ഛൻ ഒരു തീരുമാനമെടുത്തു. ഇങ്ങനെ പാവപ്പെട്ട കുഷ്ഠരോഗികള് ആരും തുണയില്ലാതെ പിടഞ്ഞു മരിക്കുന്ന ഗതികേടുണ്ടാകരുത്. ആ ഗതികേടിന് പരിഹാരം എന്ന നിലയില് ആ താപസവര്യൻ കണ്ടെത്തിയ സന്യാസിനി സമൂഹമാണ് ASMI സന്യാസിനിമാര്. ഓരോ സിസ്റ്റേഴ്സിന്റെയും സഭാ സമൂഹങ്ങൾ തുടങ്ങുന്നതിന്റെ പിന്നില് ഇതുപോലെ സങ്കടത്തിന്റെ, വിവരിക്കാനാവാത്ത ദുഃഖത്തിന്റെ കഥകളുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആരും തുണയില്ലാത്ത ഈ രോഗികളെ ചേർത്ത് പിടിച്ച ഈ ASMI സന്യാസിനി സമൂഹത്തിലെ 2 സഹോദരിമാരെയാണ് ഛത്തീസ്ഗഡിലെ നിയമലംഘനത്തിലൂടെ തുറുങ്കിലടയ്ക്കാൻ സർക്കാർ കൂട്ടുനിന്നത്. കാലം മാപ്പ് തരാത്ത കിരാതത്വമാണ് അല്ലയോ ഛത്തീസ്ഗഡിലെ സർക്കാർ നിങ്ങൾ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം നിങ്ങൾ ചെയ്തത് നന്മയുടെ മുഖത്തേക്ക് ചെളിവാരി എറിയുക മാത്രമല്ല, ആ നന്മയുടെ കണ്ണുകളിലെ പ്രകാശം കെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ് ചെയ്തത്. അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭാരതത്തില് 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മതപരിവർത്തന നിരോധന നിയമം വാസ്തവത്തിൽ ഭരണഘടനയുടെ 25, 26, 27, 28 ഖണ്ഡികകൾ നമുക്കുറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന വകുപ്പ് എന്താണ്? ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാനും ഭരണഘടന അവകാശം തരുമ്പോൾ 11 സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമത്തില് നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നിർബന്ധിത
സംഘടിത മതപരിവർത്തനത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഏതാനും സാമൂഹ്യ വിരുദ്ധരും കാപാലികരുമായ സംഘടനക്കാരാണ് എന്നത് നാം ഭീതിയോടെ തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഇവിടെ സാമൂഹ്യ വിരുദ്ധര് നിർദ്ദേശിക്കുകയാണ് ഈ സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടത്തിയെന്ന്. ഇതേ സാമൂഹിക വിരുദ്ധര് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ന വകുപ്പുകൾ ചേർത്ത് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇതേ സാമൂഹ്യ വിരുദ്ധര് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ്. അവരോടൊപ്പം യാത്ര ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ കരണത്തടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സിസ്റ്റേഴ്സിനെതിരായി മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ ഒരിക്കലും ക്രൈസ്തവർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ ചില കക്ഷികൾ വിളിച്ചു പറയുന്നതാണ് ക്രിസ്ത്യാനികൾ രാജ്യം മുഴുവൻ മതപരിവർത്തനം നടത്തിയെന്ന്. ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ സർക്കാരിന്റെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. 1947 ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തില് ഇന്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ശതമാനം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ജനസംഖ്യയിൽ 2.6% എങ്കിൽ ഈ വർഷത്തിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം എത്രയാന്ന് ചോദിച്ചാൽ കേവലം 2.4%. നാട്ടിലെ സകലമാന മനുഷ്യരെ മുഴുവനും മതപരിവർത്തനം നടത്തുന്നു എന്ന് അധിക്ഷേപിക്കുന്ന സർക്കാര് നിങ്ങൾ തന്നെ പുറത്തുവിടുന്ന സ്ഥിതിവിവര കണക്കുകൾ പറയുന്നു. നിങ്ങൾ പറയുന്നത് കല്ലുവെച്ച നുണയാണ്, പച്ചക്കള്ളമാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഈ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല ഈ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരുടെ ശിരസിന് മുകളില് ഡെമോക്ലീസിന്റെ വാള് പോലെ ഇങ്ങനെയൊരു ഭീകരമായ നിയമം നിർമ്മിക്കുന്ന സർക്കാർ ചെയ്യുന്നത് അന്യായമാണ്. നമ്മൾ ഈ കേവലം 2 സഹോദരിമാർക്ക് അനുഭവിക്കേണ്ട സങ്കടങ്ങളുടെ മൂലകാരണമായ ഈ മതപരിവർത്തന നിരോധന നിയമം അത് മനുഷ്യാവകാശ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്.